നമസ്കാരം. തെരഞ്ഞെടുപ്പാണ് യുദ്ധമാണോ മലയാളികൾക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ദിവസമാണിന്ന്. കാരണം രണ്ട് വാർത്തകളും ആകാംക്ഷയോടെ ജനം കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് യുദ്ധത്തിൻ്റെ ഒരു അപ്ഡേറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആവശ്യമാണെന്ന് കരുതിയാണ് ആദ്യം ഈ വാർത്ത ചെയ്യുന്നത്. ഇന്നലെ വെളുപ്പാങ്കാലത്ത് ഇറാൻ സമയം വെളുപ്പിന് 2:10 അമേരിക്കയുടെ അസാധാരണമായ നീക്കം നടന്നത്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിലേക്കും അമേരിക്കയുടെ B-2 ബങ്കർ ബസ്റ്റർ നിപതിക്കുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, കൃത്യതയോടെയുള്ള വിശദാംശങ്ങളാണ് ഇന്ന് പ്രധാനമായും അവതരിപ്പിക്കുന്നത്. അതിനു മുൻപ് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ഇറാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചു. ഇസ്രായേലിലേക്ക് തുടരെ മിസൈലുകൾ അയച്ചു. അതിൽ ചില മിസൈലുകൾ വീണു. ആ വീണ മിസൈലുകളുടെ ദൃശ്യങ്ങൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടുകൂടി ഇസ്രായേൽ ഇതാ തകരാൻ പോകുന്നേ എന്ന് പ്രചരിപ്പിക്കാൻ നമ്മുടെ ഹമാസ് പ്രേമികൾ ഒരുങ്ങുന്നുമുണ്ട്. ഖമേനി ആവശ്യപ്പെട്ടാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് ഇസ്രായേൽ പറഞ്ഞു എന്നൊരു വാർത്ത. ആ വാർത്ത തന്നെ ശരിയാണോ എന്നറിയില്ല. ഇനി ശരിയാണെങ്കിൽ തന്നെ അതിൽ കുഴപ്പമൊന്നുമില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ആ വാർത്തയുടെ പിക്ചർ ഇട്ടിട്ട് ഈ പറയുന്ന ഹമാസന്മാർ പ്രചരിപ്പിക്കുന്നത് ഇസ്രായേൽ പേടിച്ചു പോയി, അതുകൊണ്ട് അവർ യുദ്ധം അവസാനിപ്പിക്കാൻ കാല് പിടിക്കുന്നതാണ്. മീഡിയ വണിൻ്റെ ലിങ്ക് ഇട്ടിട്ട് എൻ്റെ ഹമാസ് സുഹൃത്ത് എന്നോട് പറഞ്ഞു, അടിവണ്ടൊരു വഴിക്കായി, ഇനിയും ഇറാൻ അടിച്ചാൽ ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതാകും, അത് മനസ്സിലാക്കി കാല് പിടിച്ചു തുടങ്ങി. എന്നിട്ട് ഒരു ട്രോള് കൂടി ഉണ്ടാക്കിയിട്ട് കേട്ടോ, നെതന്യാഹു നിങ്ങളെല്ലാവരും നിർബന്ധിച്ചാൽ ഞാൻ യുദ്ധം അവസാനിപ്പിക്കാം, പക്ഷെ നിർബന്ധിക്കണം. ഇത്തരത്തിലുള്ള മൂഢന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും ഇസ്രായേലിനും അമേരിക്കയോ ബാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതിനിടയിൽ ഇറാനിൽ ഭരണമാറ്റം വേണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ഇതുവരെ ട്രംപ് അതേക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ട്രംപ് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലൊരു ബന്ധക്കുറവൊക്കെ ഉണ്ട്. നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നത് ഇറാനിലെ ഭരണമാറ്റം ഞങ്ങളുടെ വിഷയമല്ലെന്നാണ്. എന്നാൽ ഇന്നലെ ഇറാനിൽ ഭരണമാറ്റം സംഭവിച്ചേ മതിയാവൂ എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അമേരിക്കയുടെ അസാധാരണമായ പ്രഹരം സംഭവിച്ചത്. ഈ 3 ആണവ കേന്ദ്രങ്ങൾക്കും സാരമായ നാശം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞങ്ങളിത് അവസാനിപ്പിക്കുകയില്ല. ഞങ്ങളുടെ അവകാശമാണ് ആണവ സമ്പുഷ്ടീകരണം, അതുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. അത് ഞങ്ങളുടെ ഊർജാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, ഞങ്ങളുടെ മൗലികാവകാശമാണ്. ഇത് കടന്നു കയറിയുള്ള ആക്രമണമാണ്, ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ട്. എന്നാലും ഇറാന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും ഇറാൻ്റെ ആണവ സംവിധാനങ്ങളെല്ലാം തച്ചുടച്ചെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രംപ് പറഞ്ഞത് സമ്പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അമേരിക്കയുടെ ആക്രമണത്തിൻ്റെ ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നദാൻസിലെ ആണവ കേന്ദ്രം തച്ചുടച്ചതിൻ്റെ ദൃശ്യങ്ങളാണ്, ഒന്നും ബാക്കിയില്ല. ഇതിനു മുമ്പ് തന്നെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു. ഇസ്രായേൽ ഇടയ്ക്കിടെ ഇറാനിൽ കയറി അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുന്നതാണ്. എന്നാൽ ഇസ്രായേലിന് അത് പൂർണ്ണമായും തകർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് അമേരിക്കയുടെ സഹായം ആവശ്യപ്പെട്ടത്. അമേരിക്ക ഭംഗിയായി അത് നിറവേറ്റുകയും ചെയ്തു. എന്നാൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം ഫാർദോയാണ്. ഫാർദോയിൽ ആക്രമണം നടന്ന് അത് പൂർണ്ണമായും വിജയിച്ചു എന്നതിന് തെളിവൊന്നും പുറത്തു വന്നിട്ടില്ല. ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഏതാണ്ട് 250ഓളം അടി താഴെ ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ ആണവ കേന്ദ്രം തകർന്നു എന്നതിൻ്റെ സൂചനയൊന്നുമില്ല. അന്താരാഷ്ട്ര ആറ്റമിക് എനർജി സെന്റർ പറയുന്നത് റേഡിയേഷൻ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ്. ഇതൊക്കെ വിശദമായി പിന്നീട് തിരിച്ചറിയാൻ കഴിയൂ. അതിനൊക്കെ അപ്പുറത്തേക്ക് അമേരിക്ക എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. തലേ ദിവസം തന്നെ ഇതിന് സൂചനകൾ ഉണ്ടായിരുന്നു. മിസോറിയിലെ വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ നിന്നും തലേ ദിവസം തന്നെ B-2 വിമാനങ്ങൾ പറന്നുയർന്നിരുന്നു. വൈകുന്നേരം തന്നെ അവിടെ നിന്നും ഇത് പറന്നുയരുന്ന ദൃശ്യങ്ങൾ ആളുകൾ കണ്ടു. ഇതൊക്കെ പോയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇത് പസഫിക് സമുദ്രത്തിലെ ഗുവാം ദ്വീപിലേക്ക് പോകുന്നു എന്നാണ്. ഗുവാമിൽ ആൻഡേഴ്സൺ എന്ന് പറയുന്നൊരു എയർബേസ് ഉണ്ട്, അവിടേക്ക് പോകുന്നു എന്നാണ് വാർത്തകളും പുറത്തു വന്നു. ഈ വാർത്തയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തിരുന്നു, അമേരിക്കൻ മാധ്യമങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത്തരമൊരു സൈനിക നീക്കം നടക്കുമ്പോൾ തീർച്ചയായും അവിടെ ജാഗ്രത ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നതുപോലും ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നു. കാരണം ഇറാന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത്. ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി വളരെ തന്ത്രപൂർവമായാണ് അമേരിക്ക ഈ ഓപ്പറേഷൻ നടത്തിയത്. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നായിരുന്നു അതിന് പേരിട്ടത്. അർദ്ധരാത്രിയിൽ കൂടം കൊണ്ട് അടിച്ച് തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആ അർത്ഥത്തിലാണ് പേരിട്ടത്. ഇതിനു വേണ്ടി ഉപയോഗിച്ചത് 19 B-2 വിമാനങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 1 ബില്യനാണ് ഒരു B-2 വിമാനത്തിന്റെ ചെലവ്. അമേരിക്കയ്ക്ക് മാത്രമേ വിമാനമുള്ളൂ. ഈ വിമാനത്തിന്റെ കഴുകന്റെ ലുക്കാണ്. വലിയ കരുത്തുള്ള വിമാനമാണ്. ഈ വിമാനമാണ് ടൺ കണക്കിന് ഭാരവുമായി പറന്നുയർന്നത്. നമുക്കിതിന്റെ വിശദാംശങ്ങൾ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. 37,000 കിലോമീറ്റർ ഇത് പറന്നുയർന്നു എന്ന് ഓർക്കണം. ഈ 19 വിമാനങ്ങൾ പലയിടങ്ങളിലേക്ക് പോയി. ഈ പസഫിക്കിലേക്കാണ് ഭൂരിപക്ഷം പോയത്. അപ്പോൾ സ്വാഭാവികമായും പസഫിക് സമുദ്രത്തിലെ ഗുവാം എയർബേസിൽ നിന്നായിരിക്കും ആക്രമണം. കാരണം
ഇറാനുമായി വളരെ ചേർന്നാണ്. അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുക. അവിടേക്ക് പോകുന്നു. അവിടെ നിന്നും പറന്നുയർന്ന ആക്രമണം നടത്തുമെന്ന് ഇറാന്റെ ശ്രദ്ധ മുഴുവൻ അങ്ങനെയായിപ്പോയി. അതേസമയം ഈ ശ്രദ്ധയ്ക്കിടയിൽ 7 വിമാനങ്ങൾ മിസോറിയിൽ നിന്ന് നേരെ ഇറാനിലേക്ക് പോവുകയാണ് ചെയ്തത്. ഏതാണ്ട് ഒറ്റ ട്രിപ്പ് എന്ന് പറഞ്ഞ 11,200 കിലോമീറ്ററാണ്. മിസോറിയിൽ നിന്ന് നേരെ ഇറാനിലേക്ക് ഇത് പറക്കുന്നു. 11,200 കിലോമീറ്റർ. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത തരത്തിലുള്ള പറക്കലായിരുന്നു. അത്ര വൈദഗ്ധ്യമായി ഇത് പറക്കുന്നു. അതേസമയം കൂടുതൽ വിമാനങ്ങൾ പോയത് പസഫിക് സമുദ്രത്തിലെ എയർബേസിലേക്കാണ്. 7 എണ്ണം മാത്രമാണ് നേരെ വിട്ടത്. ഇനി പസഫിക് സമുദ്രത്തിൽ പോയ വിമാനങ്ങൾ അവിടെ നിന്നും ഇറാനെ ലക്ഷ്യമാക്കി പറന്നുയർന്നു. അപ്പോൾ സ്വാഭാവികമായും പസഫിക് സമുദ്രത്തിലേക്ക് വന്ന വിമാനങ്ങൾ പറന്നുയരുന്നു എന്ന തോന്നലുണ്ടാവും. ആ വിമാനങ്ങൾ പറന്നുയർന്ന് ഇറാനെ ലക്ഷ്യമാക്കി പറക്കുന്നു. ഇറാന്റെ ശ്രദ്ധ മുഴുവൻ ഈ വിമാനങ്ങളിലേക്ക് വരുന്നു. എന്നാൽ വിമാനം പിടികൊടുക്കാതെ ഇറാന്റെ എയർ സ്പേസിൽ കയറാതെ മടങ്ങുന്നു. അപ്പോഴും ഇറാന്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല മിസോറിയിൽ നിന്ന് നേരെ പോയ 7 ഈ B-2 വിമാനങ്ങളെ. ഇതേ സമയം തന്നെ അനേകം അകമ്പടി വിമാനങ്ങളും പുറപ്പെടുകയാണ്. അമേരിക്കയുടെ പല ബേസിൽ നിന്നും അനേകം യുദ്ധവിമാനങ്ങൾ, ഏതാണ്ട് 29 യുദ്ധവിമാനങ്ങൾ അകമ്പടിയായി ഉയർന്നു പൊങ്ങി. ഈ അകമ്പടി സേവിക്കുന്നത് ഈ B-2 വിമാനങ്ങൾക്കൊപ്പമാണ്. ഇവയൊക്കെ എവിടേക്ക് എന്ത് എന്നറിയാത്ത തരത്തിൽ ആശയക്കുഴപ്പമുണ്ടാവുന്നു. മാത്രമല്ല ഇറാന്റെ ആകാശത്തേക്ക് കടന്നു കയറി ഉടൻ തന്നെ പേർഷ്യൻ കടലിൽ തമ്പടിച്ചിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ നിന്നും ടോമഹോക്ക് മിസൈലുകൾ പറന്നുയരുകയാണ്. ഏതാണ്ട് 30ഓളം മിസൈലുകൾ പറന്നുയരുന്നു ഇറാനിലേക്ക്. ഇറാനിൽ അവരുടെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്തുകയാണ്. ഈ മിസൈലുകൾ വീഴുന്നതിനിടയിലാണ് ഈ 7 യുദ്ധവിമാനങ്ങൾ. ഓരോ യുദ്ധവിമാനത്തിനും 2 പേരുണ്ടെന്ന് ഓർക്കണം. ഇറാന്റെ അങ്ങ് വടക്കേ അറ്റത്ത്, അതായത് തുർക്ക്മെനിസ്ഥാനോട് ചേർന്നുള്ള ഈ 3 എയർബേസുകളിൽ എത്തി ഈ ബങ്കർ ബസ്റ്ററുകൾ വീഴ്ത്തിയത്. ഓരോ ഈ B-2 വിമാനത്തിലും ഏതാണ്ട് 13,600 കിലോഗ്രാം തൂക്കം വീതമുള്ള 2 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉണ്ടായിരുന്നു. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പ്രത്യേകത, ഇത് നേരെ ചെന്ന് വീഴുന്നിടം ആദ്യം ഭൂകമ്പം ഉണ്ടാക്കുന്ന തരത്തിൽ തുരന്ന് ഭൂമിക്കടിയിൽ ചെന്നിട്ടാണ് ഉഗ്രസ്ഫോടനത്തോടുകൂടി പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ 7 വിമാനങ്ങളും ചെന്ന് 3 ഇടത്തായി ഈ 2 ബങ്കർ ബസ്റ്ററുകൾ വീഴ്ത്തി. ഏതാണ്ട് 14ഓളം ബങ്കർ ബസ്റ്ററുകൾ ഈ 3 ഇടത്തായി വീഴുകയാണ്. അങ്ങനെയാണ് ഇത് പൂർണ്ണനാശം ഉറപ്പാക്കി തിരിച്ചു പോകുന്നത്. ഇറാൻ അറിഞ്ഞുപോലുമില്ല ഇറാന്റെ ശ്രദ്ധ മുഴുവൻ പസഫിക് സമുദ്രത്തിൽ നിന്നും പറന്നുയർന്ന B-2 വിമാനങ്ങളുടെ മേലും അകമ്പടി സേവിച്ച മറ്റു വിമാനങ്ങളുടെ മേലും മിസൈലുകളുടെ മേലും ഒക്കെ ആയിരുന്നു. അതീവ രഹസ്യമായി ആശയക്കുഴപ്പം സൃഷ്ടിച്ച് അതിനിടയിലൂടെ പോയി അവർ കാര്യം സാധിച്ചിട്ട് തിരിച്ചു പോന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് 27,000 കിലോമീറ്ററാണ് ഈ വിമാനം പറന്നത്. ഇതിനിടയിൽ പലതവണ ഈ വിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറച്ചു. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനിംഗ് ആയിരുന്നു. ഒരു യുദ്ധവിമാനവും നഷ്ടപ്പെട്ടില്ല, ഒരു വൈമാനികനും ജീവഹാനി ഉണ്ടായില്ല. കൃത്യം ലക്ഷ്യം കണ്ട് തിരിച്ചു പോരുകയും ചെയ്തു. ഇത്ര ആസൂത്രിതമായി വൈദഗ്ധ്യത്തോടുകൂടി യുദ്ധം ചെയ്യാൻ അമേരിക്കയ്ക്ക് അല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഇറാന് വാപൊളിച്ചിരിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഇതാണ് യഥാർത്ഥ അവസ്ഥ. ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്തകൾ മനോഹരമായി കൊടുത്തിട്ടുണ്ട്. മനോരമയിൽ ഒരുപാട് വാർത്തകളുണ്ട്. അതിൻ്റെ അകത്തെ പേജിൽ മനോരമ ഇതെങ്ങനെയാണ് ഈ പ്രവൃത്തി അവർ ചെയ്ത് മടങ്ങിയത് എന്നതിനെക്കുറിച്ച് പോയിന്റ് ബേസ് ഒരു ചെറിയ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രേക്ഷകർ കേൾക്കുന്നത് നല്ലതായിരിക്കും. ചെറുതാണ്. അതിവിദഗ്ധം ആസൂത്രിതം എന്ന് പേരിട്ട് കൊടുത്തിരിക്കുന്നു. മലയാള മനോരമ എണ്ണി പോയിന്റായി പറയുന്നത്, വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ ശനിയാഴ്ച രാവിലെ വരെ 19 B-2 വിമാനങ്ങൾ മിസോറിയിൽ നിന്നും പറന്നുയരുന്നു. ഇതിൻ്റെ ഒരു ഭാഗം പസഫിക് ദ്വീപായ ഗയാം ലക്ഷ്യമാക്കി പടിഞ്ഞാറേക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 19 വിമാനങ്ങളും മിസോറിയിൽ നിന്ന് പറന്നുയരുകയാണ്. അതിൽ ഭൂരിപക്ഷം വിമാനങ്ങളും പോയത് പസഫിക് സമുദ്രത്തിലെ എയർബേസിലേക്കാണ്. 2 വീതം ക്രൂ അംഗങ്ങളുമായി 7 B-2 വിമാനങ്ങളടങ്ങുന്ന സ്ട്രൈക്ക് പാക്കേജ് യഥാർത്ഥ ലക്ഷ്യമായ ഇറാനിലേക്ക് പറക്കുന്നു. ഈ 19 എണ്ണത്തിൽ 7 എണ്ണം യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പറക്കുന്നു. അത് ആകാശത്തിന് മുകളിൽ നിന്നും കണ്ണ് വെട്ടിച്ചുള്ള യാത്രയാണ്. ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അത്യാവശ്യ സന്ദേശങ്ങൾ മാത്രം കൈമാറുന്ന, അധികം കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. ആ 7 വിമാനങ്ങളിലും 2 വൈമാനികരുണ്ട്. 18 മണിക്കൂർ നീണ്ട സ്ട്രൈക്ക് പാക്കേജിൻ്റെ യാത്രയിൽ ആകാശത്ത് വെച്ച് തന്നെ പലതവണ ഇന്ധനം നിറയ്ക്കുന്നു. ഇത് പോവുകയാണ്. 18 മണിക്കൂറാണ് ഇറാനിലേക്ക് യാത്ര ചെയ്യുന്നത്. അകമ്പടി വിമാനങ്ങളിൽ വന്ന് ഇന്ധനം നിറയ്ക്കുന്നു. കരയിലെത്തിയ ഉടൻ അകമ്പടി വിമാനങ്ങളുടെ നിര സ്ട്രൈക്ക് ടീമിനൊപ്പം വിമാനങ്ങൾ തമ്മിൽ ഏറ്റവും കുറഞ്ഞ അകലം ആശയവിനിമയം. അതായത് അങ്ങനെ കരയിലെത്തുന്നു. കടലിനെ കടന്ന് കരയിലെത്തുമ്പോഴേക്കും അകമ്പടി വിമാനങ്ങൾ പറന്നു വരികയാണ്. വിമാനങ്ങൾ തമ്മിൽ നിശ്ചിതമായ അകലമുണ്ട്, പക്ഷേ അടുത്താണ് പോകുന്നത്. അതായത് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരേപോലെ പറക്കുകയാണ്. സ്ട്രൈക്കിംഗ് ടീം ഇറാനിലേക്ക് കടക്കും മുൻപ് സെൻട്രൽ കമാൻഡ് മേഖലയിൽ കടലിൽ നിന്ന് അന്തർവാഹിനി 24 ടോമോഹോക്ക് മിസൈൽ ഇസ്ഫാൻ ലക്ഷ്യമാക്കി തൊടുക്കുന്നു. അതായത് ഇറാൻ കരയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അന്തർവാഹിനി നിന്ന്, അത് യുദ്ധക്കപ്പലിൽ നിന്ന് 24 ടോമോഹോക്ക് മിസൈലുകൾ പറന്നുയരുകയാണ്. ഇത് നേരെ ഇറാനെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഇറാന്റെ ശ്രദ്ധ അങ്ങോട്ട് മാറുന്നു. ഇറാനിലെത്തിയ സ്ട്രൈക്കിംഗ് ടീമിന് മുൻപിലായി ശ്രദ്ധ തിരിക്കാൻ 4-5 തലമുറകളിലെ
അതിവേഗ യുദ്ധവിമാനങ്ങൾ ഉയരത്തിൽ പറക്കുന്നു. ഇറാനിലേക്ക് സ്ട്രൈക്കിംഗ് വിമാനം എത്തുന്നു. വിമാനം ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിനെ സമയത്ത് അതിൻ്റെ മുകളിൽ മറ്റ് യുദ്ധവിമാനങ്ങൾ പറക്കുകയാണ്. സ്ട്രൈക്ക് പാക്കേജ് ഫോർദോ, നദാൻസ് നിലയങ്ങൾക്ക് സമീപം എത്തിയപ്പോൾ അവയ്ക്കെതിരെ തൊടുക്കാൻ സാധ്യതയുള്ള ഇറാനിയൻ മിസൈൽ നിരക്ക് നേരെ വ്യോമാക്രമണം. അങ്ങനെ ഇവർ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം എത്തുന്നു. ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം എത്തുമ്പോൾ എന്തായാലും വ്യോമ പ്രതിരോധ മിസൈൽ എത്താം. ആ വ്യോമ പ്രതിരോധ മിസൈലുകൾ നേരത്തെ മുൻകൂട്ടി കണ്ട് അവയെ ആക്രമിക്കാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. ആക്രമിച്ചു കളയുന്നു. BT ബോംബറുകൾ ഫോർദോയിലെ ആദ്യ ലക്ഷ്യത്തിലേക്ക് 2 ബങ്കർ ബസ്റ്റർ ബോംബ് തൊടുക്കുന്നു. തുടർന്ന് 10 എണ്ണം കൂടി നദാൻസിൽ 2 ബങ്കർ ബസ്റ്റർ ബോംബ്. ഏതാണ്ട് 10ഓളം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഫോർദോയിൽ ഇട്ടു എന്നാണ് പറയുന്നത്. ഫോർദോയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം. അതിൻ്റെ സ്ഥിതിവിശേഷം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇസ്ഹാനിൽ വീണ്ടും ടോമാഹോക്ക് മിസൈൽ ആക്രമണം. ഇതേസമയം തന്നെ യുദ്ധക്കപ്പലിൽ നിന്ന് മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരുന്നു. 25 മിനിറ്റ് നീണ്ട ആക്രമണത്തിന് ശേഷം വിമാനങ്ങൾ തിരികെ പറക്കുന്നു. ആലോചിച്ച് നോക്കി, ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ആകാശത്തിറങ്ങിയ വിമാനങ്ങൾ എത്തിച്ച് കപ്പലിൽ നിന്നും മിസൈലുകൾ പായിച്ച് പല സ്ഥലങ്ങളിലേക്കും വിമാനങ്ങൾ പറത്തി ഈ വിമാനങ്ങൾ ഈ ബങ്കർ ബസ്റ്ററുകളുമായി പറന്നുപോയി പൂർണ്ണമായി ലക്ഷ്യം കണ്ടിട്ട് തിരിച്ചു പോരുക. ഇറാന് ചെറുവിരലനക്കാൻ കഴിഞ്ഞില്ല. ഇറാൻ്റെ വ്യോമ പ്രതിരോധങ്ങളെല്ലാം പാളിപ്പോയി. ഒന്നും സംഭവിച്ചില്ല. 2 വൈമാനികരടക്കമാണ് ഇവിടെ പോയി ഈ ആക്രമണം നടത്തി മടങ്ങിയെന്ന് ഓർക്കണം. 18,000 കിലോമീറ്റർ അങ്ങോട്ടും 18,000 കിലോമീറ്റർ ഇങ്ങോട്ടുമായി പറന്ന് തിരിച്ചു പോന്നു. ഒന്നും സംഭവിക്കാതെ ലക്ഷ്യം സാധിച്ചു. ഒരു പോറൽ പോലും ഏൽക്കാതെ. ഇതാണ് അമേരിക്കയുടെ കരുത്ത്. ഇതാണ് അമേരിക്കയുടെ ശക്തി. ഇസ്രായേലിന് അത് സാധിക്കാത്ത സാഹചര്യമുണ്ടായി. ഇസ്രായേലിന് ഇത്രയും ശക്തമായ സൈനിക സന്നാഹമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പലപ്പോഴും ബോംബിട്ടെങ്കിലും പൂർണ്ണ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. ഇസ്രായേലിനെ ബോംബിനെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ അണ്ടർഗ്രൗണ്ടിലായിരുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ. അതാണ് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പോയി അനായാസം തകർത്തിട്ട് തിരിച്ചു പോകുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. ലോകത്തിന് പല അഭിപ്രായങ്ങളുണ്ട്. പലരും ഇത് ചൊല്ലുകൊടുത്ത് ചുള വാങ്ങുന്ന പരിപാടിയാണെന്ന് പറയുന്നുണ്ട്. അമേരിക്ക എരിയുന്ന തീയിൽ എണ്ണയൊഴിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അതെന്തുമാവട്ടെ, ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന് ആണവായുധം ഉണ്ടാവാൻ പാടില്ല. അത്തരം സൂചനകൾ പുറത്തു വന്നതോടെ അത് തകർക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ ലക്ഷ്യം സാധിച്ചു പോന്നു. ഇത്തരത്തിൽ ഇറാൻ്റെ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈൽ ശേഖരം നശിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇറാൻ ഒരുപാട് മിസൈലുകളുണ്ട് എന്ന് തെളിയിച്ചതാണ്. 100 കണക്കിന് മിസൈലുകളാണ് അവർ ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി കണ്ടെത്താൻ കഴിയും. കാരണം ഈ മിസൈലുകൾ പോകുന്ന വഴി വളരെ വ്യക്തമാണ്. മിസൈലുകൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നത് വ്യക്തമാണ്. പക്ഷെ അവിടെ ഒന്നും പോയി ആക്രമിക്കാൻ അമേരിക്ക ശ്രമിച്ചില്ല. അമേരിക്ക ശ്രദ്ധിക്കുന്നത് മുഴുവൻ ആണവായുധത്തിലാണ്. ലോകത്തോട് പറയുകയാണ്, ഞങ്ങൾ ഇറാനെ തോൽപ്പിക്കാനോ ഇറാനെ ഇല്ലാതാക്കാനോ അല്ല ശ്രമിക്കുന്നത്. നേരെ മറിച്ച് ഇറാൻ കൈവശം വെച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾക്ക് തെളിവുള്ള ആണവ കേന്ദ്രങ്ങൾ തകർക്കാനാണ്, അവയ്ക്ക് മേൽ മാത്രമാണ് ഞങ്ങളുടെ ആക്രമണം എന്ന് ലോകത്തോട് പറയാനായിരുന്നു അമേരിക്കയും ട്രംപും ശ്രമിച്ചത്. അതിൽ അവർ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു.